വേനലിൽ നഗരസഭ നേരിട്ട് കുടിവെള്ളം വിതരണം ചെയ്തിട്ടും വാട്ടർ അതോറിറ്റി നൽകിയത് കോടികളുടെ കുടിശ്ശിക തുക പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ കൌൺസിൽ സർക്കാരിന് കത്തയക്കാൻ തീരുമാനിച്ചു. നഗരസഭാ പരിധിയിൽ പൊതുവിതരണ പൈപ്പുകൾ വഴി കുടിവെള്ളം വിതരണം ചെയ്ത ഇനത്തിൽ 30 കോടി രൂപയുടെ കുടിശ്ശിക ബില്ലാണ് വാട്ടർ അതോറിറ്റി നഗരസഭയ്ക്ക് നൽകിയിട്ടുള്ളത്. 8,60,000 രൂപ പ്രതിമാസം ഉണ്ടായിരുന്നിടത്ത് 13 ലക്ഷമാക്കി ഉയർത്തിയിരുന്നു. ഇതേ തുടർന്നാണ് ഭീമമായ കുടിശ്ശിക നൽകേണ്ടി വരുന്നത്. അതേസമയം വേനലിൽ ടാങ്കറുകളിൽ വാട്ടർ അതോറിറ്റി വെള്ളം വിതരണം ചെയ്യാത്തതിനാൽ നഗരസഭ തനത് ഫണ്ടിൽ നിന്നും പ്രതിവർഷം 40 ലക്ഷം രൂപ ചിലവഴിച്ചാണ് കുടിവെള്ള വിതരണം നടത്തുന്നത്. ഇതിനു പുറമെ 100 കണക്കിന് പൊതു ടാപ്പുകൾ നിർത്തലാക്കിയെങ്കിലും ഇതിന്റെയും കണക്ക് ഉൾപ്പെടുത്താതെ പഴയ കണക്കനുസരിച്ചാണ് വാട്ടർ അതോറിറ്റി പ്രതിമാസ ബില്ല് ഈടാക്കുന്നത്. വേനലിലെ കുടിവെള്ള വിതരണത്തിന്റെയും ടാപ്പുകളുടെ എണ്ണം ക്രമീകരിച്ചും ബിൽ തുക പുതുക്കി നൽകണമെന്ന് നഗരസഭ പലതവണ വാട്ടർ അതോറിറ്റിയോട് ആവശ്യപ്പെട്ടിട്ടും ഇത് നടപ്പായിട്ടില്ല. ഇതേ തുടർന്നാണ് കുടിശ്ശിക പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ കൌൺസിൽ യോഗം സർക്കാരിന് കത്തയക്കാൻ തീരുമാനിച്ചത്. കൂടാതെ BM പുളിക്കക്കടവ് സാഹസിക ടൂറിസത്തിന് കരാർ ഏറ്റെടുത്ത കമ്പനിയുടെ കാലാവധി 12 വർഷത്തേക്ക് നീട്ടി നൽകാനും കൌൺസിൽ യോഗത്തിൽ തീരുമാനമായി. പ്രോജക്റ്റുകളുടെ ഭേദഗതി സംബന്ധിച്ച ഒരു അജണ്ട ഉണ്ടായിരുന്നു. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ലഭ്യമായ ഫണ്ടിനനുസരിച്ച് DPC ഇതിനകം അംഗീകരിച്ചിട്ടുള്ള പ്രോജക്റ്റുകളിൽ ഭേദഗതി വരുത്തി അത് ക്രമപ്പെടുത്തുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ആ അജണ്ട വന്നിട്ടുള്ളത്. അത് കൗൺസിൽ അംഗീകരിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അജണ്ട വന്നിട്ടുള്ളത്, നമുക്കറിയാം, നമ്മൾ പുളിക്കക്കടവ് ടൂറിസം ഡെസ്റ്റിനേഷൻ എന്നുള്ള നിലയ്ക്ക് അവിടെ കൂടുതൽ പ്രാദേശിക ടൂറിസത്തിന് ഊന്നൽ നൽകിക്കൊണ്ട് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് നഗരസഭ ഇതിനകം തന്നെ തുടക്കം കുറിച്ചു മുക്കുപാലത്തിൻ്റെ അറ്റകുറ്റപ്പണി ചെയ്തു. അത് നല്ല രീതിയിൽ തന്നെ ജനങ്ങൾ ഉപയോഗിക്കുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു വിനോദസഞ്ചാര കേന്ദ്രം എന്നുള്ള അർത്ഥത്തിൽ വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അഡ്വഞ്ചർ ടൂറിസം ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ പുളിക്കക്കടവ് നമ്മുടെ BM കായലിൽ ഒരുക്കുന്നതിനുള്ള ഒരു ടെൻഡർ ഓൾറെഡി നമ്മൾ ക്ഷണിച്ചിരുന്നു. അതെടുത്ത റസാഖ് TK അദ്ദേഹത്തിന് ഉള്ള അവരുടെ ഒരു സ്ഥാപനം എന്ന് പറയുന്നത് ഫൺഫ്യൂഷൻ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് എന്ന് പറയുന്ന സ്ഥാപനമാണ്. അവർ തന്ന കൊട്ടേഷൻ പ്രകാരം അല്ലെങ്കിൽ ടെൻഡർ പ്രകാരം നമ്മൾ കൗൺസിൽ അംഗീകരിച്ചിട്ടുള്ളതാണ്. പൊന്നാനി നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റുപുറത്തിന്റെ അധ്യക്ഷതയിലാണ് കൌൺസിൽ യോഗം ചേർന്നത്. ഇൻസിവി ന്യൂസ്, പൊന്നാനി. നൂതൻ ഫാൻസി ഓർണമെന്റ്സും കോസ്മെറ്റിക് കളക്ഷൻ, ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിംഗ് സജ്ജമായിരിക്കുന്നു. ഏവർക്കും സ്വാഗതം. കൽപ്പക വെഡ്ഡിംഗ്സ്, പട്ടാമ്പി റോഡ്, കുന്നംകുളം.